എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാവൊന്നും കുഴയ്ക്കാതെ തന്നെ വളരെ എളുപ്പത്തിലുള്ളൊരു ബ്രെഡ് പിസയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് പിസയിലേക്ക് വേണ്ടിയിട്ട് 4 ബ്രെഡ് സ്ലൈസസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബ്രെഡ് എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വീറ്റ് ബ്രെഡോ വൈറ്റ് ബ്രെഡോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ബ്രെഡിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നെയ്യൊന്ന് തടവി കൊടുത്താലും മതി. ഇങ്ങനെ തടവി കൊടുക്കുന്നത് നമ്മൾ ബ്രെഡ് താഴത്തെ ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എല്ലാ സ്ലൈസിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഫ്രിഡ്ജിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് പറ്റും. നമ്മൾ ആ ബട്ടർ സ്പ്രെഡ് ചെയ്ത ഭാഗം താഴെ വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ഇത് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. ബേക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഫ്രൈ പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിലേക്ക് നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ടോപ്പിങ്സ് ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പിസ്സ സോസൊന്നും വേണമെന്നില്ല. ടൊമാറ്റോ കെച്ചപ്പ് മതിയാകും. കുറച്ച് കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. നമ്മളിവിടെ വെജ് പിസ്സയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 കളറിലുള്ള ക്യാപ്സിക്കം, ഒരു ചെറിയൊരു ഉള്ളി, പിന്നെ കുറച്ച് ഒലിവ്സുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ പിസ്സയുടെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനും അതുപോലെ തന്നെ പെപ്പറോണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റുള്ള പിസ്സയാണ്. വെജായിട്ട് ചെയ്താൽ പോലും നല്ല ടേസ്റ്റിയാണ്. ഇതിന് മുകളിലായിട്ട് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എരിവിൻ്റെ ആവശ്യമില്ല. കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഹെർബാണ്. അത് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പിസ്സ സീസണിംഗ് എന്നും പറഞ്ഞിട്ട് കുപ്പിയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ചേർത്താൽ കറക്റ്റായിട്ടുള്ളൊരു പിസ്സയുടെ ഫ്ലേവർ കിട്ടും. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റഡ് ചീസാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോസറല്ലയും ചെഡാറും കൂടെ ഉള്ള ഒരു മിക്സാണ്. മോസറല്ല ചീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ചേർക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഒലിവ്സും കൂടെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. 150 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഈ സമയം വേരി ചെയ്യാം. എനിക്കിവിടെ 20 മിനിറ്റാണിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് വേണ്ടി വന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ മുകളിലുള്ള ചീസ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതേ റെസിപ്പി നിങ്ങൾ ഫ്രൈ പാനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ച് ചെറു തീയിലിട്ട് മുകളിലത്തെ ചീസൊക്കെ മെൽറ്റാകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മളിത് അവനില്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു പിസ്സയാണ്. നമ്മളിതിലേക്ക് ബേസിന് വേണ്ടിയിട്ട് മാവൊന്നും കുഴച്ച് കഷ്ടപ്പെടേണ്ട. വളരെ ഈസിയാണ്. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്